അപ്പൊ രേണുസുതി അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിനില്ല, വളരെ മെലിഞ്ഞിട്ട്. ഇതിനൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞ ഞാനകത്ത് പോകും. എന്താ പറയുക, അവരുടെ തപ്പി നോക്കണം വല്ല കൊണ്ടോന്ന് ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ. നിങ്ങൾ പറയുന്നതിനകത്ത് എന്താന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? തപ്പി നോക്കണം പോലും. രേണുസുതി മാത്രം ഒന്ന് ഇച്ചിരി പൊക്കിയാൽ, ഒന്ന് പാവാട പൊക്കിയാൽ, ഒച്ചിരി ക്ലീവേജ് അറ്റം കാണിച്ചാൽ, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ഒരു കുട്ടി നിക്കർ ഇട്ടാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണ്. വാവ്, വാട്ട് എ ന്യായീകരണം ഈസ് ദിസ്? രേണുസുതി ഒരിത്തിരി കുട്ടി നിക്കറിട്ടാലോ ഒരിത്തിരി കാണിച്ചാലോ നിങ്ങൾക്കൊക്കെ ഇത്തിരി പ്രശ്നം, വേറെ ഇവർ ചെയ്യുന്നതിനൊന്നും നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്തൊരു ചോദ്യമാണ് ശാരിക അത്. ശാരിക കെ ബി നിങ്ങൾക്കൊക്കെ അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. ലേഡി ബിഗ് ബോസ് എന്ന് അവർ തന്നെ അവരെ വിശേഷിപ്പിക്കുന്ന ശാരിക കെ ബി എങ്ങനെയുണ്ടോ ബിഗ് ബോസിൽ കയറി പറ്റി രേണുസുതിയെ കഴുത്തിൽ പിടിച്ച് വെളിയിൽ തള്ളി പോലെ തന്നെ പുള്ളിക്കാരിയും പുറത്തിറങ്ങിപ്പോയി. പുള്ളിക്കാരി ഇപ്പോൾ രേണുവിനെ ന്യായീകരിച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. സ്വാഭാവികം, പുള്ളിക്കാരി എപ്പോഴും രംഗത്ത് വരുന്ന എപ്പോഴാണ് വിഷയം ആളി പടർന്ന് കത്തി കൊടുമ്പിരി കൊണ്ടിട്ട് ആ തീയെല്ലാം അണഞ്ഞ് ഏറ്റവും താഴെ വന്നു കഴിയുമ്പോഴത്തേനും ഇവർ താഴെ വന്നിരുന്ന് മൂലക്കിരുന്ന് സംസാരിക്കും. ഇതാണ് ഇവർ കാലാകാലങ്ങളായിട്ട് എല്ലാ വിഷയത്തിലും സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ശാരിക കെ വിയിലേക്ക് നമുക്ക് വരാം. അതിനു മുമ്പേ രേണുസുതിനെ സപ്പോർട്ട് ചെയ്ത് രേണുസുതിയുടെ ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന ചില സഹ ബിഗ് ബോസ് മത്സരാർത്ഥികൾ പറയുന്ന ആദ്യം കേട്ടിട്ട് നമുക്ക് എല്ലാത്തിലേക്ക് പോവാം. സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ ഞാൻ കുറച്ച് രണ്ടു കണ്ടായിരുന്നു. സബ്സ്ക്രിപ്ഷൻ അങ്ങനല്ല, അങ്ങനെ ഉദ്ദേശിച്ചത് അല്ല. ഞാൻ കുറച്ച് എവിടെ ക്ലിപ്സ് ആയിട്ടുണ്ട്. അങ്ങനെ സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ മാത്രമൊന്നും ഇല്ലാത്തോ, സബ്സ്ക്രിപ്ഷൻ എടുക്കാൻ മാത്രം ഒന്നും ഇല്ലെന്നോ പറയുന്നത്. അങ്ങനെ എന്തെങ്കിലും സബ്സ്ക്രിപ്ഷൻ എടുക്കാനായിട്ട് എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ എനിക്കറിയില്ല. നമ്മൾ മീഡിയസിന് അല്ലാതെ തന്നെ കുറെ കണ്ടല്ലോ. 24/7 ഉള്ള സാധനം വരുന്നുണ്ടോ? നമുക്കിട്ടുള്ള കുത്താണ്, കുഴപ്പമില്ല. രേണുവിൻ്റെ സബ്സ്ക്രിപ്ഷൻ എടുക്കാനും വേണ്ടി മുതലല്ല എന്നാണ് നമ്മുടെ ബിഗ് ബോസിലെ മിന്നും താരം പറയുന്നത്. മറ്റൊരു മിന്നും താരമായിട്ടുള്ള ശൈത്യ സന്തോഷ് പറയുന്നതും കൂടെ നമുക്ക് കേട്ടിട്ട് നമുക്ക് പെട്ടെന്ന് ഓടി ശാരികയിലോട്ട് പോകണം. അത് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. ചിലതൊക്കെ എനിക്ക് ഭയങ്കര എനിക്ക് കാണുമ്പോൾ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട്. ലൈക്ക് പേഴ്സണലി പുള്ളിക്കാരത്തി എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ അവരെ ഒരുപാട് സൈബർ അറ്റാക്ക് ചെയ്യുന്ന പോലെ തോന്നി. പേഴ്സണലി രേണുവിനെ ശൈത്യ സന്തോഷിനറിയാം. രേണുവിനെ നമ്മൾ പേഴ്സണലി വല്ലാണ്ട് സൈബർ ബുള്ളിങ് ചെയ്യുന്നതായിട്ട് പുള്ളിക്കാരിക്ക് ഫീൽ ചെയ്തു. ചുമ്മാ വെറുതെ വഴി കൂടെ പോകുന്നൊരുത്തിനെ പിടിച്ചിരുത്തി നമ്മളങ്ങ് സൈബർ ബുള്ളിങ് ചെയ്യുമോ? സൈബർ ബുള്ളിങ് ചെയ്യുന്നില്ല, അത് വേറെ അല്ല. അങ്ങനെ ആണെങ്കിൽ അങ്ങനെ ചെയ്യുമോ? അപ്പോൾ അയാൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു പ്രവൃത്തിയെ വിമർശിക്കലാണ് ചെയ്യുന്നത്. ഒരു 100 പേരുണ്ടെങ്കിൽ അതിൽ മെജോറിറ്റിയിൽ കൂടുതൽ ആളുകൾ, അതായത് 50-ന് മുകളിൽ 51ഓളം ആൾക്കാർ പറഞ്ഞു കഴിഞ്ഞാൽ മെജോറിറ്റിയിലെതിരെ കൂടുതലായി. അപ്പോൾ ഈ രേണുവിൻ്റെ വിഷയത്തിൽ വരുന്ന 100 പേരുണ്ടെങ്കിൽ അതിൽ 95 പേരും രേണുവിനെതിരാണ്. ബാക്കി 2 പേരെ നിങ്ങൾക്കറിയാലോ, ശിങ്കിടികൾ. പിന്നെ നിങ്ങളെപ്പോലെ എല്ലാവരും കൂടെ ചേർത്ത് 5 പേരാണ് അവരെ സപ്പോർട്ടിന് വരുന്നത്. അപ്പോൾ ബാക്കി 95 പേര് തെറ്റ്. നിങ്ങൾ 5 പേര് കിടില ആ സെറ്റപ്പാണോ നിങ്ങൾ പറയുന്നത്? ചുമ്മാ വെറുതെ ഒരുത്തനെ ആരും സൈബർ ബുള്ളിങ് ചെയ്യില്ല. അതിനനുസരിച്ചുള്ള കാരണങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലേ ഉള്ളൂ. ഇപ്പോൾ ഒരാൾക്കെതിരെ സൈബർ ബുള്ളിങ് വന്നെങ്കിൽ അയാൾ മിണ്ടാതെ അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ സൈബർ ബുള്ളിങ് അവിടെ അങ്ങ് തീർന്നു പോകും. അതും പോട്ട് അവരുടെ സൈഡിലാണ് ശരിയെന്നുള്ളത് സത്യസന്ധമായിട്ട് പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ പ്രശ്നം അവിടെ കഴിയും. അതൊന്നും ചെയ്യാത്ത പക്ഷത്തിലാണ് ഇത് പ്രശ്നമായി മാറുന്നത്. അതിനൊന്നും അത്ര ആവശ്യമില്ല. പാവവും ഭയങ്കര എല്ലാവരോടും ഒരുപോലെ മിങ്കിൾ ചെയ്ത് സ്നേഹത്തോടെ നിൽക്കുന്ന. അങ്ങനെ എല്ലാവരോടും ഒരുപോലെ ഒന്നും അല്ല മിങ്കിൾ ചെയ്യുന്നത്. സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ടുള്ളവരെ കുട്ടാന്ന് വിളിക്കുമെന്ന് പറഞ്ഞല്ലോ, സബ്സ്ക്രിപ്ഷൻ ചെയ്യാത്തവരെ കുട്ടാന്ന് വിളിക്കുന്നില്ല. അപ്പോൾ എല്ലാവരും ഒരുപോലെ ഒന്നും അല്ല രേണു കാണുന്നത്. രേണുവിന് പക്ഷാഭേദമുണ്ട്. നോർമൽ ആളുകൾക്ക് ഒരു ഫോട്ടോ ഇട്ട് കൊടുക്കും, സബ്സ്ക്രിപ്ഷൻ ചെയ്ത ആൾക്ക് വേറെ ഫോട്ടോ ഇട്ട് കൊടുക്കും. രേണു അങ്ങനെ തുല്യതയിലൊന്നും അല്ല ആളുകളെ കാണുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞ് ന്യായീകരിക്കൊന്നും വേണ്ട കേട്ടോ. അപ്പോൾ രേണു എന്തോ കാണിച്ചോട്ടെ. അപ്പോൾ നിങ്ങൾക്ക് ശൈത്യയ്ക്ക് ഇടയ്ക്ക് സൈബർ ബുള്ളിങ് വന്നതിനാ മാരാറുടെ നെഞ്ചത്തോട്ട് കയറിയതിന്. സോ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളോ പറയുന്ന കാര്യങ്ങളോ നമുക്ക് ശരിയാകുമ്പോൾ അതിനെ പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാനോട് നമുക്ക് പറ്റണം. അല്ലെങ്കിൽ മിണ്ടാതെ വാടച്ച് പോകണം. ശൈത്യം അങ്ങനെയല്ലേ രക്ഷോട്ടെ. അഖിൽമാരെ തിരിച്ച് വാക്കറോം പൂക്കറോം എന്നൊക്കെ പറഞ്ഞ് നെഞ്ചത്ത് വലിച്ച് കീറി മറ്റേ നരസിംഹം വലിച്ചു കീറിയപ്പോഴത്തേനും എങ്ങാണ്ട് പുണ്യം തേടി പോയില്ലയോ? അതേപോലെ ചെയ്താലും മതി. ഇനി നമുക്ക് ശാരിക കെ ബിയിലേക്ക് വരാം. ശാരിക കെ ബിയെ ശാരിക തന്നെ അഭിസംബോധന ചെയ്യുന്നത് ലേഡി ബിഗ് ബോസ് എന്നാണ്. ഇപ്പോൾ ഇതിനകത്ത് പറഞ്ഞിട്ടില്ല, റിയാലിറ്റി ബൈ ശാരിക എന്ന് പറഞ്ഞിട്ട് ശാരിക ഒരു ചാനൽ എടുക്കുന്നുണ്ട്. അത് നമുക്കാണ് റിയാലിറ്റി, ശാരിക അത് റിയാലിറ്റി ബൈ ശാരികയാണ്. അപ്പോൾ ആ ശാരിക അവിടെ വന്നിട്ട് കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. പൊതുവേ ഇത് ഇൻ്റർവ്യൂ തരത്തിലാണ് അതിനകത്തെ സകലമാന പ്രോഗ്രാംസ് വന്നിട്ടുള്ളത്. ആദ്യമായി രേണുവിന് വേണ്ടി ശബ്ദമുയർത്തി ശാരിക രംഗത്ത് വന്നിട്ടുണ്ട്. നമുക്ക് കാണാം.
വ്യക്തിഹത്യ ചെയ്യുന്നതിന്റെ എണ്ണം കൂടി വരുന്നു. അവരുടെ കുഞ്ഞിന്റെ പിതൃത്വം, അവരുടെ മൂത്ത മകനുമായിട്ടുള്ള വിഷയങ്ങൾ പേരിപ്പിച്ചു കാണുക, അവരെ തമ്മിൽ അകറ്റാൻ ശ്രമിക്കുക, അങ്ങനെ അവരുടെ ഫാമിലിയെ പോലും തച്ചുടയ്ക്കാൻ തരത്തിലുള്ള ആരോപണങ്ങളാണ് കൂടുതലും. പ്രത്യാരോപണങ്ങൾ രേണു എന്തെങ്കിലും നീ നിന്റെ കാര്യം നോക്കടാ പോടാ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആ കുട്ടി നീ നിന്റെ കാര്യം നോക്കടാ പോടാ ശരി ബാക്കി പറ. ഇതിൻ്റെ ഇടയ്ക്ക് മൈ വെച്ച് കുറച്ച് കാര്യങ്ങളിലൂടെ രേണു പറഞ്ഞിട്ടുണ്ടായിരുന്നു, കമൻറ്റ് ചെയ്യുന്നവരെയും എല്ലാം. ഇപ്പോൾ സ്റ്റോറിയിൽ ഇട്ടിട്ടുണ്ട് 2-3 മൈ. രേണു ഭയങ്കര സെൽഫ് ലവിൻ്റെ ആളാണ്. രേണുവിന് എല്ലായിടത്തും മൈ ഉപയോഗിച്ചെങ്കിലും ഒരു സന്തോഷം വരത്തുള്ളൂ. നമ്മളെ ഒരുത്താൻ പബ്ലിക്കായിട്ട് ചീത്ത വിളിക്കുന്നു, നമ്മൾ അയാളെ ചീത്ത വിളിക്കുന്നത് നമ്മുടെ വ്യക്തിപരമായ കാര്യം. ചീത്ത വിളിച്ചിട്ട് അതെടുത്ത് സ്റ്റോറിയിലിടുന്നു, നാട്ടുകാർ മൊത്തം കാണിക്കുക ചീത്ത വിളിക്കുന്നു. അപ്പം പിന്നെ അയാളും നമ്മളും തമ്മിൽ എന്ത് വ്യത്യാസം? രേണുവിൻ്റെ സ്റ്റോറിയിലേക്ക് നമുക്ക് വരാം. സാരിക പറയട്ടെ. പക്ഷെ ഇപ്പൊ രേഷ്മ പി തങ്കച്ചിന്റെ ലൈഫ് നശിപ്പിച്ചേ അടങ്ങുമെന്നും പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുന്ന കുറച്ചധികം ആൾക്കാർ. അതിൽ ഏറ്റവും മെയിൻ ആയിട്ടുള്ള ആളുടെ ഒരു ഇന്റർവ്യൂ അല്ലെങ്കിൽ ഒരു വ്ളോഗ് അല്ലെങ്കിൽ അവരുടെ ഒരു വീഡിയോ ഞാൻ കാണാനിടയായി. ഇവരെ നമ്മൾ ഈ കോമഡിയൊക്കെ ചെയ്യുന്നവര് പള്ളിയിലച്ചന്മാരെ അല്ലെങ്കിൽ പാസ്റ്റർമാരെ കളിയാക്കും. ആ നേരത്തിൽ, ആ സമയത്തിൽ, ആ ഒരു നിമിഷത്തിൽ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കും. അതേപോലെയാണ് ഈ ഷാരിക കെ.ബി. എന്ത് പറഞ്ഞാലും അവരുടെ ഒരു ഇൻ്റർവ്യൂ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രസ്താവന അല്ലെങ്കിൽ അവരുടെ ഇങ്ങനെ പറഞ്ഞ് വീഡിയോയുടെ ലെങ്ത് കൂട്ടാൻ ഭയങ്കരമായിട്ട് ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ കൂട്ടിയ സാധനം പറയൂ. അപ്പോൾ ഷെഫീന ബീവിയെ കുറിച്ചിട്ടാണ് പറയുന്നത്, പറയൂ. അപ്പോൾ ഇന്ന് ഉറപ്പായിട്ടും രേണുസുതിക്കൊപ്പം അല്ലെങ്കിൽ അവരുടെ ആ ഒരു വിഷയം റിയാക്ട് ചെയ്യേണ്ട ദിവസം അല്ലെങ്കിൽ ആ ഡേ ഇന്ന് തന്നെയാണെന്ന് എനിക്ക് തോന്നിയോണ്ടാണ് വളരെ അർജന്റായിട്ട് ഞാൻ മറ്റു കാര്യങ്ങളൊക്കെ മാറ്റിവെച്ച് ഇന്ന് തന്നെ രേണുസുതിയുടെ ആ ഒരു വിഷയം എടുത്ത് സംസാരിക്കാമെന്ന് വെച്ചത്. അതിന് വേറെ കാരണമൊന്നുമില്ല. ആ വിഷയം തീർന്നു, അടിഞ്ഞമർന്ന് തീർന്നു. ഇനി ആ വിഷയത്തെക്കുറിച്ച് സംസാരിച്ചാൽ നമുക്ക് സൈബർ ബുള്ളിങ് വരത്തുമില്ല. നമ്മൾ പറഞ്ഞെന്ന് പോയി, രേണുവിനെ കാണിക്കുമ്പോൾ നമ്മൾ സപ്പോർട്ട് കൊടുത്തെന്ന് പോയി, ഇൻ കേസ് ഇത് റിയാക്ട് ചെയ്ത് പോയി കഴിഞ്ഞാൽ അതെടുത്ത് നമുക്ക് റീച്ച് വരികയും ചെയ്യും. അതാണ് ഷാരിക കെ.ബിയുടെ ഉദ്ദേശം. ഈ ഷാരിക കെ.ബിയുടെ ഏത് വിഷയം എടുത്ത് നോക്കിയാലും, രേണുവിനെ സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുള്ള ഏത് വിഷയം എടുത്ത് നോക്കിയാലും ആ വിഷയം കത്തി അണഞ്ഞ് ചാമ്പലായി ആ ചാമ്പൽ കാറ്റത്ത് ഒലിച്ചു പോയി കഴിയുമ്പോഴാണ് ഇവർ റിയാക്ഷനായിട്ട് വരുന്നത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി വന്നതിന് ശേഷം ഈ വീഡിയോ ആയിട്ടുള്ള വിവാദങ്ങളൊക്കെ തീർന്നാണ്. പക്ഷേ പുള്ളിക്കാരി വന്നിട്ട് ഇവിടെ വന്നപ്പോൾ വീടിൻ്റെ ചോർച്ച കണ്ടു എന്ന് പറഞ്ഞിട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഷാരികയുടെ സ്ഥിരം ഇതായി. ഇപ്പോൾ ഇനി ഷെഫീന ബീവി ഓൾറെഡി ഇട്ടു, ഞാൻ ഇനി ഈ വിഷയം വിടുകയാണെന്നോ. അവർ വിട്ടു, ഇനി നമുക്ക് കയറി പിടിക്കാം എന്ന് പറഞ്ഞിട്ട് ചാടി കയറി പിടിച്ചാണ് ഈ സംഭവം. ഞാൻ വിഷയം ഇതാ അവസാനിപ്പിക്കുന്നു. ഫൈനൽ വീഡിയോ ഓഫ് രേണുസുതിയെ കുറിച്ച് അവർ പ്രതികരിക്കുന്ന അല്ലെങ്കിൽ അവർ പറയുന്ന അവസാനത്തെ വീഡിയോ ആണ് എന്നാണ് അവർ അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നി, ഓ പാവം രേണു, നീ രക്ഷപ്പെട്ടല്ലോ. ഇനി ഒരു പക്ഷേ ഇനി നിന്റെ ജീവിതം ഇങ്ങനെ പിച്ചി ചീന്താൻ വരാൻ, പുറകെ വന്ന് കടിച്ചു കീറാൻ, അതായത് പേപ്പട്ടിയേക്കാളും മാരകമായ മനസ്സുള്ള ഒരു വ്യക്തി, ആ വ്യക്തി ഒരു ചാനൽ ഉണ്ടാക്കി ഒരു ക്യാമറയും തുറത്തു വെച്ചുകൊണ്ട് എന്തും പറയാൻ, കൾച്ചർ ഇല്ലാത്ത എന്തും പറയാൻ. അതായത് ഒരാൾ ചാനൽ തുറന്നു വെച്ച് പേപ്പട്ടിയെ പോലെ വലിച്ച് കീറാൻ വന്നിരുന്ന് സംസാരിക്കണം, ആരെക്കുറിച്ച് എന്തും പറയാം. പക്ഷെ നമുക്ക് ബാക്കിയുള്ളവരെ പേപ്പട്ടിന്നും ശവമെന്നും തെറുത്താത്തെന്നും ഒക്കെ വിളിക്കാം. അവർ പേപ്പട്ടിയെ പോലെ നിൽക്കുന്നു. നിങ്ങളുടെ ചാനലിൽ എന്ത് ക്വാളിറ്റി ഉള്ളത്? നിങ്ങൾ ഈ പേപ്പട്ടി എന്ന് വിളിക്കുന്നതും മറ്റ് ചില അതിസംബോധനകളിലോ കൂടെ ഞാൻ വരാം. ഭയങ്കര കിടിലുമെന്നാണ് വിചാരം. കൊള്ളാം. അപ്പോൾ നിലവാരമുള്ള ചാനൽ മറ്റുള്ളവരെ വലിച്ചു കീറുന്ന കടിച്ചു കീറുന്ന പേപ്പട്ടി അങ്ങനൊരു ചാനലാണ് റിയാക്ട് ചെയ്തതെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്ക് പേപ്പട്ടി എന്നൊക്കെ വിളിക്കാം കേട്ടോ. ഷാരിക കെ.ബിക്ക് പേപ്പട്ടിന്നോ എന്ത് വേണമെങ്കിലും പറയാം, അതൊന്നും കുഴപ്പമില്ല. പക്ഷെ ബാക്കിയുള്ള എല്ലാവരും മഞ്ഞുവിട്ട് സംസാരിക്കണം. തരം താണൊരു വ്യക്തി ഇനി ഇല്ല, ഇനി തന്റെ പുറകെ വരില്ല. അതൊരു സന്തോഷ വാർത്തയല്ലേ? ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും. അപ്പോൾ ഈ ദിവസം തന്നെയാണ് ഞാൻ രേണുസുതിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു പെൺകുട്ടിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ആ ഒരു വിഡോയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു പവർഫുൾ ലേഡിക്ക് വേണ്ടിയിട്ട് പ്രതികരിക്കണം. ആ ഒരു വിഡോയ്ക്ക് വേണ്ടിയിട്ട്, ആ ഒരു പവർഫുൾ ലേഡിക്ക് വേണ്ടിയിട്ട്, ആ ഒരു വ്യക്തിത്വത്തിന് വേണ്ടിയിട്ട്, ആ ഒരു യുവതിക്ക് വേണ്ടിയിട്ട്, ആ ഒരു വേറെ എന്തെങ്കിലും ഉണ്ടോ? പറ. എല്ലാ പര്യായ പദങ്ങളും എടുത്തു വെച്ചിട്ട് സംസാരിക്കുക. ഇവർ ഈ വീഡിയോ ചെയ്യുന്നതിന് മുമ്പേ നമ്മൾ സ്കൂളിൽ പഠിച്ചിട്ടുള്ള പര്യായ പദങ്ങളൊക്കെ എഴുതി വെക്കും. ആ ഒരു നിമിഷത്തിൽ, ആ ഒരു വേളയിൽ, ആ ഒരു സമയത്തിൽ, ആ ഒരു നിമിഷത്തിൽ എന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോയുടെ ലെങ്ത്ത് വലിച്ചു നീട്ടണം. നല്ല കൂടുതൽ ആൾക്കാർ കണ്ട് മനസ്സിലായോ? അപ്പോൾ ഇവർ പറയുന്നത് ഷെഫീന ബീവി മോശം, അവർക്ക് ക്വാളിറ്റി ഇല്ലാത്തൊരു വനിത. പക്ഷേ നമ്മുടെ ചാനലിൽ നമ്മൾ പേപ്പട്ടിന്നും പട്ടിക്കുട്ടിന്നും ഒക്കെ വിളിക്കും. അത് കുഴപ്പമില്ല, നമുക്ക് ഭയങ്കര ക്വാളിറ്റിയാ. ബാക്കി വെക്കാം. ഞാൻ ആരെയും ഇവിടെ പേരെടുത്ത് ഒറ്റ ഞാൻ ഈ തെറുത്താത്താന്ന് പോലും ഞാൻ പറയാനുള്ള റീസൺ, എനിക്ക് അവരുടെ പേര് പറയാൻ താല്പര്യമില്ല. അതുകൂടാതെ കുറേ അധികം വ്ളോഗേഴ്സ് ഉണ്ട്, അവർ എന്നെയും ഒരു കാലത്ത് ചീത്ത വിളിച്ചിരുന്നവരാണ്. ഞാനിപ്പോൾ ആ പരിപാടികൾക്കൊന്നും പോകാത്തതുകൊണ്ടാണ് ചീത്ത വിളി. ഇപ്പോൾ തുടങ്ങും ചീത്ത വിളി, ഇപ്പോൾ തുടങ്ങും. ഇത് പബ്ലിഷ് ചെയ്ത് ഉടനെ ചീത്ത വിളി തുടങ്ങും. അത്
അതിന് വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഈ പരിപാടിയായിട്ട് ചെയ്തത്. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് മിണ്ടാതെ മൂലയ്ക്ക് കുത്തിയിരുന്നാൽ പോരായിരുന്നോ? ബിഗ് ബോസിൽ കയറാൻ വേണ്ടി നിങ്ങൾ അന്ന് അനന്തുമായിട്ട് പോയി വെള്ളം മേടിച്ചു, അനന്ത് വാരി പെറുക്കി ഭിത്തിയിൽ അടിച്ചു വെച്ചു, അത് പിന്നെ സ്റ്റിക്കറായിട്ട് ഇളക്കി എടുത്തിട്ടാണ് ബിഗ് ബോസിൽ പോയത്. ഇപ്പോൾ വീണ്ടും എന്തായാലും ഈ വിഷയം കത്തിത്തീരുന്നു, എന്നാൽ പിന്നെ നമ്മളൊന്ന് തലഞ്ഞളച്ച് കയറിയേക്കാം. ഇപ്പോഴാകുമ്പോൾ രേണുവിനോടും പറയാം, നമ്മൾ രേണുവിനെ സപ്പോർട്ട് ചെയ്ത് ഞാൻ ചെയ്തിട്ടുണ്ട്, അപ്പോൾ മറ്റേ ഷെഫീന ബീവിയെ നിർത്തി എന്ന് പറഞ്ഞു, അതുകൊണ്ട് അവരുടെ സൈഡിൽ നിന്നും പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. ബാക്കി വ്ളോഗർമാർ അവരെ ഒന്നും പറയുന്നൊന്നും ഷെഫീന ബീവിയുടെ അത്ര ഒന്നും വരത്തില്ല, അവന്മാരെന്തെങ്കിലും കിടന്ന് ചലിച്ചിട്ട് അങ്ങ് പോകും. ഇതാണ് സംഭവം. ചാനലിലേക്ക് ഒരു ട്രാക്ഷൻ വരിക, അവരുടെ ചാനലിൽ ഈ ഇൻ്റർവ്യൂസിന് മാറി സ്വന്തം അഭിപ്രായങ്ങൾ പറയുന്നൊരു തരത്തിലേക്കൂടെ മാറ്റണം. അത് അതിന് കുഴപ്പമൊന്നുമില്ല, അഭിപ്രായങ്ങളൊക്കെ പറയും. പക്ഷേ ഈ അഭിപ്രായങ്ങൾ പറയുമ്പോൾ അതിനകത്ത് കുറച്ച് പ്രശ്നങ്ങളുണ്ട്. സാരികയൊക്കെ ബിച്ചേച്ചി പറ. എന്തായാലും ആയിക്കോട്ടെ. പക്ഷേ ഇപ്പോഴും എന്തുകൊണ്ടാണ് തെറുത്താത്ത ഇപ്പോൾ പിൻവാങ്ങുന്നത് എന്ന് നിങ്ങൾക്കറിയാവോ? പക്ഷെ എനിക്കറിയാം, ഷാരിക കേബിക്ക് അറിയാം. ഷാരിക കേബിയുടെ ചുറ്റിനുമുള്ള ഈ ഷാരിക കേബി, ഇത് മറ്റേ രേണു സുധി എന്ന് രേണു പറയുന്ന പോലെ ഷാരിക കേബി എന്ന് പറയാണ്. പേരെല്ലാവർക്കും മനസ്സിലായല്ലോ, ഷാരിക കേബി മനസ്സിലായല്ലോ. ഈ മാസ്റ്റർ മൈൻഡ് മനു ഞാനും പറയും. നമ്മുടെ തകളി. ബാക്കി പറ ഷാരിക കേബി. ക്കെതിരെ ഒരുപാട് ആൾക്കാർ പരാതികൾ ഇന്ന് സമാഹരിക്കുന്നുണ്ട്. ഒരു കൂട്ട പരാതി, ഒരു പക്ഷേ കേരളത്തിലെ പകുതിയിലധികം സെലിബ്രിറ്റികളും സാധാരണ സെലിബ്രിറ്റികളും, ടോപ്പിൽ ഇരിക്കുന്ന സെലിബ്രിറ്റികളല്ല, നോർമൽ സെലിബ്രിറ്റികളുണ്ടല്ലോ, സിനിമകളിലും സീരിയലുകളിലും ബിഗ് ബോസിലും ഒക്കെ പങ്കെടുത്ത്. ഓക്കെ, സെലിബ്രിറ്റികളെ പ്രധാനമായും മൂന്നായി തരംതിരിക്കാം. ഒന്ന് ടോപ്പ് ലെവൽ സെലിബ്രിറ്റികൾ, അതിനകത്തൊക്കെ രേണുവൊക്കെ ഉൾപ്പെടുന്നത്. രണ്ടാമത്തത് ഒരു സീരിയലിലും സിനിമയിലേക്ക് ഉപയോഗിക്കുന്ന സെലിബ്രിറ്റീസ്. മൂന്നാമത്തെ വിഭാഗം എന്താ? ഷാരിക കേബിയെ പോലുള്ള ചാനലിൽ വന്നിരുന്ന് പറയുന്ന സെലി. മറ്റേത് സെലിബ്രിറ്റിയും സെലിബ്രിറ്റീസും. ഇത് സെലി. ബ്രിട്ടീഷിലോട്ട് എത്തിയിട്ടില്ല. ബ്രിട്ടീഷിലോട്ട് എത്തുമ്പോഴത്തേനും നെക്സ്റ്റ് ലെവലിലേക്ക് പോകും. സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസേഴ്സും അതോടൊപ്പം ബിഗ് ബോസ് താരങ്ങളുടെ ഒരു കൂട്ടം ആൾക്കാർ ഇവർക്കെതിരെ പരാതി സ്വരൂപിച്ചിട്ടുണ്ട്. അത് ഉന്നതങ്ങളിലേക്ക് എത്തിച്ചേർന്നിട്ടുമുണ്ട്. പലയിടത്തും എത്തിക്കഴിഞ്ഞു, പല ഡിപ്പാർട്ട്മെന്റുകളിലും എത്തേണ്ടടുത്തും എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ഒരു പക്ഷേ ചിലപ്പോൾ ഇനി ഷഫീന ബീവിക്ക് വീഡിയോ ചെയ്യാൻ പറ്റിയില്ലെങ്കിലോ, ചിലപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിൽ ഉണ്ടേ വെള്ളവും തിന്നിരിക്കുവാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? അതിന് മുമ്പേ നിങ്ങളുടെ രേണു അതേ സെൻട്രൽ ജയിലിലേക്ക് പോകാതെ നോക്കിക്കോ. രേണുവിനെ കുറിച്ച് വന്നിട്ടുള്ള അലിഗേഷൻ ഒന്നും ഇതുവരെ പ്രൂവ് ആയിട്ടില്ല. അതിനെതിരെ രേണു അത് തെറ്റാണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് പോലും പറഞ്ഞിട്ടില്ല. രേണു ആ ഒരു അലിഗേഷനെ നിഷേധിക്കാത്തടത്തോളം കാലം അതിലെന്തോ ഒരു കാമ്പുണ്ടല്ലോ, അതെന്തോ ഒരു ശരിയുണ്ടല്ലോ എന്ന് ആൾക്കാർ ചിന്തിക്കും. അപ്പോൾ രേണുവിനോട് ആദ്യം പറഞ്ഞിട്ട് അത് മാറ്റി പറയാൻ പറ. ചേച്ചി പറയുന്ന ബാക്കി കാര്യങ്ങൾ എനിക്ക് കേൾക്കണ്ടേ. പേടിച്ചിട്ട് അവരുടെ സൗണ്ടിലും അവരുടെ ഭാവത്തിലും ഒക്കെ പതിവില്ലാത്തൊരു വിനയം എനിക്ക് കാണാൻ സാധിച്ചു. അത് അവരുടെ അടവാണെന്നാണ് എനിക്ക് തോന്നിയത്, വേറൊന്നുമല്ല. ഇത്ര അടവയല്ല, സേമിയ പൈസം. അത് ഷഫീന ബീവിയുടെ അടവയാണ്. അതേപോലെ തന്നെ രേണു പലതരത്തിലുള്ള അടവകൾ ഇറക്കിയിട്ട് അതെല്ലാം ചീറ്റി പോകുന്നുണ്ട്. ഇത് ഷാരിക കേബിയുടെ മറ്റൊരടവ്, അതിനെയൊക്കെ ന്യായീകരിക്കാനുള്ള മറ്റൊരടവ്. ഇപ്പോൾ നമ്മൾ തെറിയെക്കുറിച്ചും തെറുത്താത്തെക്കുറിച്ചും ഒക്കെ പറഞ്ഞല്ലോ. രേണു ഇട്ട ഒരു സ്റ്റോറിയാണേ. രേണുവിൻ്റെ താഴെ വന്ന കമൻറ്റ്, ഞാൻ ഈ കമൻറ്റ് വായിക്കുന്നില്ല, മ്ലേച്ഛകരമായിട്ടുള്ള കമൻറ്റ്. നിങ്ങൾ കമൻറ്റ് ഇടുമ്പോഴത്തേനും സഭ്യമായ രീതിയിൽ മാന്യമായിട്ടുള്ള കമൻറ്റുകൾ ഇടാൻ മാക്സിമം ശ്രമിക്കുക. നിങ്ങൾക്ക് ഒരാളോടുള്ള വിമർശനമോ അയാളോടുള്ള എതിർപ്പോ നിങ്ങൾക്ക് അറിയിക്കാം, സഭ്യമായ ഭാഷയിൽ അത് അറിയിക്കാൻ ശ്രമിക്കുക. അതിന് രേണു തിരിച്ചു കൊടുത്ത കമൻറ്റും മൈ ഡിയർ മച്ചാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേനും അവരും നമ്മൾ തമ്മിൽ പ്രത്യേകിച്ച് വ്യത്യാസമൊന്നും ഇല്ലായിരിക്കും. ചീത്ത വിളിക്കാം, കമൻറ്റ് ബോക്സിൽ ഞാനും ചീത്ത വിളിക്കാറുണ്ട്. പക്ഷെ അതിനെ എടുത്ത് സ്റ്റോറി ഇട്ട് നാട്ടുകാരെ മൊത്തം അറിയിച്ച് ആ ഒരു കമൻറ്റിന് റീച്ച് കൊടുത്ത് അവന് റീച്ച് കൊടുത്ത് എന്തിനാ ആവശ്യമില്ലാത്ത പണിയൊക്കെ ചെയ്യുന്നത്? കെ ബി ബാക്കി പറയും, ഷാരിക കെ ബി ബാക്കി പറയും. എന്ന് കരുതി തീ കൊളുത്തി എന്താ പറയുക, പെട്രോൾ ഒഴിച്ച് കത്തിച്ച് അതിന്റെ ചരടും വലിച്ച് പലർക്കും ഇട്ട് കൊടുത്തിട്ടാണ് തീർത്താത്തത് അവസാനിപ്പിക്കുന്ന പറഞ്ഞു. പക്ഷേ ഇതെനിക്ക് തോന്നുന്നില്ല. കാരണം അവർക്ക് ഇങ്ങനെ ഒരു എന്താ പറയുക, ഈ സൈക്കോകൾക്ക് ഒരു പ്രശ്നമുണ്ട്. അതെനിക്കൊരു ഷെഫീന ബീവി സൈക്കോ, ഷെഫീന ബീവി പേപ്പട്ടി, കടിച്ചു കയറാൻ വരുന്ന പേപ്പട്ടി. അവരുടെ ചാനലിന് ക്വാളിറ്റി ഇല്ല, ചുമ്മാ ഒരു ക്യാമറ കൊണ്ട് വെച്ച് പലതും പറയും. പക്ഷെ നമ്മളവരെ സൈക്കോന്നും പേപ്പട്ടീന്നും കൂട്ടിപ്പട്ടാളമെന്നും ഒക്കെ വിളിക്കും. അപ്പം നിങ്ങളിങ്ങനെ പറയുമ്പോഴത്തേനും നിങ്ങളുടെ ചാനലിൽ നിങ്ങളിരുന്ന് പറയുന്നത് ഇപ്പം നിങ്ങളുടെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ വിഷം തുപ്പുവാണല്ലോ. നമ്മൾ വിഷം തുപ്പുന്നെങ്കിൽ നിങ്ങൾ ആ വിഷം എല്ലാം കൂടെ സംഭരിച്ച് ഉണ്ട കെട്ടി എറിയുന്ന പോലത്തെ പരിപാടിയാണ് നിങ്ങളും പറയുന്നത്. സോ സഭ്യമായ ഭാഷയിൽ നിങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ സഭ്യമായിരിക്കും. ഒരിക്കലും അവർക്ക് അത് അവസാനിപ്പിക്കാൻ പറ്റത്തില്ല. അവർക്ക് അതിൻ്റെ ഒരു ആർജ് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നതാണ് എനിക്ക് തോന്നുന്നത്. സോ എന്തായാലും തീർത്താത്ത വളരെ സന്തോഷം. രേണുസുധിക്ക് അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചൻ ഇനിയെങ്കിലും സമാധാനത്തോടെ അവരുടെ വർക്കുകൾ തുടരാം എന്ന് ഞാൻ. ഏത് വർക്കാ? ബഹ്റിനിൽ പോയി, റാസൽ ഖൈമയിൽ പോയി ഇപ്പോൾ അലിഗേഷൻ വന്ന വർക്കാണോ അതോ ആൽബം എന്ന പേരിൽ ആ വർക്കാണോ അതോ വേറെ എന്തെങ്കിലും വർക്കാണോ? എനിക്കറിയില്ല എന്ത് വർക്കോ ഉദ്ദേശിച്ചെന്നറിയില്ല. ഏതായാലും രേണുവിന് വർക്ക് ചെയ്യാനുള്ള ഒരു സന്തുലിതാവസ്ഥ മെച്ചപ്പെടുത്തി തന്നതിൽ നമ്മുടെ ഷാരിക കേബിക്ക് സന്തോഷമുണ്ടെന്ന് അറിഞ്ഞതിൽ സന്തോഷം. വിശ്വസിക്കുന്നു, ഞാൻ ആഗ്രഹിക്കുന്നു, ഞാൻ പ്രാർത്ഥിക്കുന്നു. ബിക്കോസ് ഇത്രയും ദിവസങ്ങൾ, ഇത്രയും കാലങ്ങൾ അല്ലെങ്കിൽ ഇത്രയും മാസങ്ങൾ, ഇത്രയും ദിവസങ്ങൾ, ഇത്രയും സമയങ്ങൾ, ഇത്രയും കാലങ്ങൾ, ഇത്രയധികം സെക്കൻഡുകൾ, ഇത്രയധികം മണിക്കൂറുകൾ, ഇത്രയധികം എന്താണിത്? നേരത്തെ ഈ കോമഡി ഷോയിൽ പാസ്റ്റർമാരെ അനുകരിച്ച് അങ്ങനെ എന്തെങ്കിലും പരിചയമുണ്ടോ?
ഇത്രയും കാലം മതി, നമുക്ക് മനസ്സിലായി. ഇതിന് എന്തിനാണ് ഇങ്ങനെ വീണ്ടും 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 ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഇത് ഈ വീഡിയോ മൊത്തം ഇതാണ്. ഈ ഒരു സമയത്തിൽ, ഈ ഒരു വേളയിൽ, ഈ ഒരു നിമിഷത്തിൽ, ഈ ഒരു ഘടകത്തിൽ എന്താണിത്? പറയും ഒരു പ്രേതത്തെ പോലെ, ഒരു ഗോസ്റ്റിനെ പോലെ, ഈ ഹോണ്ടഡ് ഹൗസിലേക്ക് നമ്മളിങ്ങനെ ആ ഒരു പ്രേതബാധ ശല്യം എന്നൊക്കെ പറഞ്ഞൊരു പ്രേതത്തെ പോലെ രേണുവിന്റെ പുറകെ നടന്ന് മാന്തി കീറാനും പേടിപ്പിക്കാനും ശ്രമിച്ചിട്ടും രേണു പേടിച്ചില്ല. എന്തിയേ പേടിക്കാത്ത രേണു? എന്തിയേ രേണുവിനെ കണ്ടുവാരെങ്കിലും? രേണു അവിടെ 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 എന്തിയേ രേണു? എന്തി എന്നിട്ട് ഈ പറഞ്ഞ അലിഗേഷനൊന്നും മറുപടിയായിട്ട് വരാത്ത എന്തേ? ചീത്തവിളിയായിട്ടും സബ്സ്ക്രിപ്ഷനിൽ കുറേ ഫോട്ടോസുമായിട്ട് വരുന്നല്ലാതെ രേണുവിനെ കാണുന്നില്ലല്ലോ. പേടിച്ചില്ലെങ്കിൽ പിന്നെ എന്തിയേ രേണു? പ്രതികരിക്കാൻ പറയും പേടിക്കാത്ത ആളുകളോട്. ഇല്ല, അതാണ് രേണുസുധിയുടെ വ്യക്തിത്വം എന്ന് പറയുന്നത്. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും പിന്നെ ഒരു രേണുസുധിയെ കുറിച്ച് പലരും പലതും പറയുന്നുണ്ട്. ശാരീരിക ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഞാൻ അത് വ്യക്തമായിട്ട് കേൾക്കേണ്ട ഒരു സാധനം കേട്ടോ. ശാരിക ഒരു ഇത് ക്രിയേറ്റ് ചെയ്തിട്ട് ഒരു കണ്ടന്റ് ഇട്ടു. അതിൻ്റെ താഴെ ശാരികയൊക്കെ ഒരു ചോദ്യം വന്നു. ആ ചോദ്യം നമുക്ക് ഉത്തരം സ്കിപ്പ് അടിക്കാതെ പറ്റത്തില്ല. അത് ഭയങ്കര നമ്മൾ കേൾക്കണ സാധനം. പലരും പലതും പറയുന്നുണ്ട്. ശാരീരിക ഒന്നും കാണുന്നില്ല. ഇപ്പൊ ഞാൻ എന്റെ സെഗ്മെന്റിന്റെ ഒരു ഭാഗം ഞാൻ പബ്ലിഷ് ചെയ്തു. അയ്യോ, ഇന്റർവ്യൂവർ ഇതൊന്നും അറിഞ്ഞില്ലേ, അവർ സബ്സ്ക്രിപ്ഷനിൽ തുണി അഴിച്ച് കാണിക്കുന്നു, തുണി പറിച്ചാടുന്നു എന്നുള്ള കുറെ ആരോപണങ്ങളൊക്കെ ഞാൻ കേൾക്കുന്നുണ്ട്. ആരോപണമല്ല, അത് ഉള്ള സത്യമായിട്ടും മറ്റാണ് ഉള്ളതാണ്. നിങ്ങൾ കണ്ടു നോക്കൂ. 189 രൂപ ഉള്ളായിരുന്നു. ഇപ്പം എത്രയെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾ കണ്ടു നോക്കൂ. 399 മേലിലൊക്കെ വഴിയില്ല. സബ്സ്ക്രിപ്ഷൻ എടുത്തൊന്ന് കണ്ടു നോക്കൂ. രേണു തന്നെ പറഞ്ഞ പൊള്ളിയാന്നാ രേണു തന്നെ പറയുന്നത്. ഞാനൊന്ന് ചോദിക്കട്ടെ, കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലെ വേറൊരു കണ്ടസ്റ്റന്റ്, എക്സ് കണ്ടസ്റ്റന്റ്, അവരുടെ പ്രൊഫൈൽ നിങ്ങളൊന്ന് എടുത്തു നോക്കണം. അതിനകത്ത് മൊത്തം ക്ലീവേജും മൊത്തം തൈസും ബാക്കും എന്താ പറയാ ഈ പറയപ്പെടുന്ന പോലെ വയറും എല്ലാം കാണിക്കുന്നുണ്ട്. വളരെ എന്തോ ഒരു പറയാൻ വന്നല്ലോ, നിപ്പ ബാധിതരാണോ നിങ്ങളിങ്ങനെ? മറ്റൊരു ഞങ്ങളുടെ തന്നെ ബിഗ് ബോസിലുണ്ടായിരുന്ന മറ്റൊരാൾ ചെയ്ത് അത് ആരാന്ന് പറയൂ. നമുക്കറിയത്തില്ല, നമ്മൾ കണ്ടിട്ടില്ല. അത് ആരാ പേര് പറയാൻ ധൈര്യമുണ്ടോ? ഇപ്പം എല്ലാവരുടെയും നേരെ ആരോപണം എടുത്തില്ല. ഇത് നിങ്ങളാണോ? നിങ്ങൾ ബിഗ് ബോസിലുണ്ടായിരുന്നില്ലേ? ആളുടെ പേര് പറ. ചുമ്മാ വന്നിരുന്ന ഉള്ള അലിഗേഷൻ എല്ലാം കൂടെ. ഇപ്പം നമ്മൾ രേണുവിനെ ജീവിക്കാൻ ശ്രമിക്കുന്നതിൽ അലിഗേഷൻ ഇടുന്നു. പക്ഷേ എനിക്കിടാം, ശാരീരിക എനിക്ക് അലിഗേഷൻ ഇടാം, കുഴപ്പമില്ല. നമ്മൾ മോശമായിട്ട് പറയുന്നു, പക്ഷെ ശാരീരിക എനിക്ക് പറയാം, യാതൊരു പ്രശ്നമില്ല. ചെയ്യുന്ന അതിനെ അവരുടെ സബ്സ്ക്രിപ്ഷനിൽ കയറി നമ്മൾ എന്ത് ചെയ്യേണ്ട പറ. നൈസായിട്ടുള്ള ഡ്രസ്സുകൾ അവർ ഇടുന്നുണ്ട്. അതിന്റെ കമന്റുകൾ താഴെ ഒരു 100, 200, 300 കമന്റ് ഉണ്ടാവും ഓരോ പിക്സിനും. അതിലൊക്കെ തീയും പൂവും പൂച്ചെണ്ട് ജണ്ടുമാല ബൊക്കെ ഹാരങ്ങൾ ഇതൊക്കെയാണ് അതിനകത്തുള്ളത്. ഒരു രേണുവിൻ്റെ കമൻറ്റിൻ്റെ താഴെയും ഉമ്മയും ഹൃദയവും തീപ്പൊരിയും പൂച്ചണ്ടും റേറ്റ് എത്രയാണെന്നും ഉള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ട്. പക്ഷേ ഇതിനൊക്കെ റേറ്റ് ചെയ്യണം, മറുപടിയും കൊടുക്കുന്നുണ്ട് കേട്ടോ. രേണുവിന് അതൊക്കെ തീപ്പൊരിയും പൂച്ചണ്ടും മറ്റേ ഉൽക്കയൊക്കെ വരുന്നുണ്ട്. അത് എല്ലാവർക്കും വരുന്നുണ്ട്, കുഴപ്പമില്ല. മറ്റത് നമ്മൾ കണ്ടിട്ടില്ല, നമ്മൾ കാണിച്ച് നമ്മൾ പ്രതികരിക്കാം. മോശം വാക്ക് മലയാളികളുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടില്ല. അപ്പൊ രേണുസുധി, അതും ശരീരം എന്ന് പറയുന്ന ആ പെങ്കൊച്ചിന് ഇല്ല, വളരെ മെലിഞ്ഞിട്ട്. ഇതിനൊക്കെ ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ ഞാനകത്ത് പോകും. നിങ്ങൾ എന്തിനാ ബോഡി ഷെയ്മിങ് ചെയ്യുന്നവരെ? നിങ്ങൾക്ക് എന്താണ് അവർക്ക് ശരീരം എന്ന് പറയുന്നത് ഇല്ല. പാവം ഇച്ചിരി കാണിക്കുന്നു, പക്ഷെ അവർക്ക് ശരീരമേ ഇല്ല. എന്തോ തരം ന്യായീകരണങ്ങളൊക്കെ കേൾക്കണോ ഈ നാട്ടിൽ? എന്താ പറയുക, അവരുടെ തപ്പി നോക്കണം വല്ല കൊണ്ടോന്ന് ആ പരുവത്തിൽ നടക്കുന്ന ഒരു പെങ്കൊച്ചിനെ. നിങ്ങൾ പറയുന്നതിനകത്ത് എന്താന്ന് നിങ്ങൾക്ക് വല്ല പിടുത്തമുണ്ടോ? തപ്പി നോക്കണം പോലും, കഷ്ടം. നിങ്ങളുടെ നിലവാരം ഉണ്ടല്ലോ, നിലവാരം ഒഴുകി തറയിൽ കൂടെ കിടന്നെങ്കിൽ ചെയ്യുക. അതുകൂടെ മനസ്സിലാക്കി കേട്ടോ. പറയുന്ന വാചകങ്ങൾ ഭയങ്കര മാസാന്ന് വിചാരം. രജനി അതാന്ന് വിചാരിച്ച് പറഞ്ഞതാ. ഭയങ്കര മോശം കേട്ടോ, ഭയങ്കര മോശമാണ്. അല്ലെങ്കിൽ ഒരു പെണ്ണിനെ, ഇനി പെങ്കൊച്ചെന്ന് പറഞ്ഞിട്ട് വേണ്ട, ഒരു യുവതിയെ നല്ല ശരീരവും നല്ല എന്താ ശരീരഭാഗങ്ങളും കാണിച്ച് പലരും ഉദ്ഘാടനത്തിന് വരെ വരുന്ന കോലം എങ്ങനെയാണ്? കണ്ടോട്ടെ, കയറി പിടിച്ചോ എന്ന മട്ടാണ് പലരും ഉദ്ഘാടനത്തിന് വരുന്നത്. പറയുമ്പോൾ പലരും സദാചാരം എന്നൊക്കെ പറയെങ്കിലും മലയാളികൾ ഒന്നെങ്കിൽ അന്തസ് കാണിക്കുക. അങ്ങനെ അല്പവസ്ത്രധാരികളെ എല്ലാ സ്ത്രീകളെയും നിങ്ങൾ പോയി കുറ്റം പറയണം. അല്ലാതെ രേണുസുധിര മാത്രം അല്ലെങ്കിൽ രേഷ്മ പി തങ്കച്ചന്റെ പുറകെ മാത്രമല്ല നിങ്ങൾ പോകേണ്ടത്. ബാക്കി പലരും ഈ പരിപാടി ചെയ്യുന്നു, രേണു മാത്രമല്ല ചെയ്യുന്നത്. ആ പലരും ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കുറ്റം പറയൂ. രേണു മാത്രമല്ലല്ലോ ചെയ്യുന്നത്. രേണു മാത്രമാണ് ചെയ്യുന്നതെങ്കിൽ അത് തെറ്റ്. ഇപ്പം ഈ നാട്ടിൽ ഒരു 15 പേര് കഞ്ചാവ് വിൽക്കുകയെന്ന് വിചാരിച്ചോ. നിങ്ങൾ ചുമ്മാ ഗസ് ചെയ്തോ എന്നും പറഞ്ഞ് രേണു നാളെ കുറേ കഞ്ചാവ് എടുത്ത് പൊതിഞ്ഞ് കെട്ടിക്കൊണ്ട് വിൽക്കാൻ റോഡിൽ കൂടെ ഇറങ്ങുമോ? അപ്പോൾ അത് തെറ്റായ കാര്യങ്ങളുണ്ട്, ശരിയായ മാർഗ്ഗങ്ങളുണ്ട്. ഏത് മാർഗ്ഗത്തിലൂടെ പോകണമെന്ന് നമ്മൾ വേണം തീരുമാനിക്കാൻ. യു ഗോട്ട് ഇറ്റ്? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും നിങ്ങൾ കുറ്റം പറയുന്നേ എന്നിട്ട് അന്തസ്സായിട്ട് ഒന്ന് സംസാരിക്കട്ടെ. നാട്ടുകാരെ വിട്ടേക്ക്. ഈ വ്ളോഗേഴ്സ് ആണല്ലോ ഇതിന്റെ പുറകെ നടക്കുന്നത്. രേണുവിനെ സപ്പോർട്ട് ചെയ്യുന്ന അനേകായിരം ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ട്, ഞാൻ ഉൾപ്പെടെ. ഞാൻ കണ്ടിട്ടില്ല കേട്ടോ ലക്ഷക്കണക്കിന് ആൾക്കാരൊന്നും. ഒരു 10-60 പേര് കാണുമായിരിക്കും. പക്ഷേ അപ്പോഴും എനിക്ക് ചോദിക്കാനുള്ള ഒറ്റ കാര്യമേ ഉള്ളൂ. നിങ്ങൾ എന്തുകൊണ്ട് അങ്ങനെയുള്ള, ഞാൻ പറഞ്ഞ പോലെ എന്റെ കൂട്ടത്തിൽ സീസൺ 7 ഉണ്ടായിരുന്ന അല്ലെങ്കിൽ സീസൺ 7 മുമ്പുണ്ടായിരുന്ന സീസണുകളിലെയും പല കണ്ടസ്റ്റന്റുകളും ക്ലീവേജും
വയറും ബാക്കും തൈസും ബിക്കിനിയും ഒക്കെ ഇട്ട് നഗ്നതാ പ്രദർശനം നടത്തുന്നുണ്ട്. അത് അവരുടെ ഇഷ്ടം. പലരും പല അതിനുള്ള മറുപടി ഞാൻ പറഞ്ഞുതരാം. ഈ മറ്റ് പലരും ഇമാതിരി പരിപാടികളൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ പോലും അതൊക്കെ അവരുടെ ചാനലുകളിൽ മാത്രമാണ് പ്രത്യക്ഷപ്പെടുന്നത്. അതേസമയം രേണു ഒരു ആൽബം ഷൂട്ട് എന്ന് പറഞ്ഞ് പോകുമ്പോഴത്തേനും മീഡിയക്കാരെ വരൂ മഞ്ഞക്കുയിൽ, നീലക്കുയിൽ, പച്ചക്കുയിൽ, ചുമന്നക്കുയിൽ, ന്യൂസ് 9 അത് ഇതെന്ന് പറഞ്ഞ് വിളിച്ചു വരുത്തി ഇതാക്കും. രേണുവിൻ്റെ ഒരു ആൽബം ഷൂട്ട് ഉള്ളപ്പോഴത്തേനും രേണുവിൻ്റെ ഇമാതിരി കുൽസിത വീഡിയോകൾ, കെട്ടിപ്പിടുത്തമാണല്ലോ, കെട്ടിപ്പിടുത്തവും ചുംബന രംഗങ്ങളുമാണ് രേണുവിൻ്റെ ആൽബം എന്ന് പറഞ്ഞ് ഷൂട്ട് ചെയ്യുന്നത്. ഇതല്ലാതെ ഇൻസ്റ്റാഗ്രാമിൽ വേറൊരു കിണ്ടിയുമില്ല. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഈ നിങ്ങളുടെ മറ്റേ ബിഗ് ബോസ് താരം ആരാന്ന് പോലും മനസ്സിലായിട്ടില്ല നമുക്ക്. അത് ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു പേജിൽ മാത്രമേ നിൽക്കത്തുള്ളൂ. പക്ഷേ ഇത് ബ്ലോക്ക് ചെയ്താൽ നിൽക്കത്തില്ല. ചുറ്റിപ്പറ്റിയുള്ള എല്ലാവരും അത് ചെയ്യും. എല്ലാവരുടെയും ഇൻസ്റ്റാഗ്രാമിൽ ഫീഡിൽ അതായിരിക്കും കിടന്ന് കറങ്ങുന്നത്. ദാറ്റ്സ് വൈ രേണുവിനെ നമ്മൾ ശക്തമായി എതിർക്കുന്നത്. ആരായാലും, രേണു ആണെങ്കിലും അവരാണെങ്കിലും ആരാണെങ്കിലും ശരീര പ്രദർശനത്തിലൂടെ പൈസ ഉണ്ടാക്കുക എന്ന് ചിന്തിക്കുന്നത് തെറ്റാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ അതുകൊണ്ട് എതിർക്കും. നിങ്ങൾ ആരാണെന്ന് പറയും, ഞാൻ എതിർക്കാം. ഇല്ലാത്ത എന്താണ് രേണുസുതിയിൽ നിങ്ങൾ കണ്ട കുറവ്, കുറ്റം? അവരാരെയും നിങ്ങൾ എന്താ പറയുന്നത് ഒന്നും പറയുന്നില്ല. ഒരു സാധനം അവരെ കുറിച്ച് ക്രിറ്റിസിസമോ മോശം വാക്കുകളോ അവരുടെ അച്ഛനോ അമ്മയ്ക്കോ അവരുടെ ചാരിത്രമോ ഒന്നും നിങ്ങൾക്ക് പ്രശ്നമല്ല. പക്ഷെ രേണുസുതി മാത്രം ഒന്ന് ഇച്ചിരി പൊക്കിയാൽ, ഒന്ന് പാവാട പൊക്കിയാൽ, ഒത്തിരി ക്ലീവേജിന്റെ അറ്റം കാണിച്ചാൽ, സബ്സ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്ത് ഇച്ചിരി ഒരു കുട്ടി നിക്കർ ഇട്ടാൽ അത് നിങ്ങൾക്ക് പ്രശ്നമാണ്. രേണുസുതി മാത്രമാണോ അവർ ചോദിക്കുന്ന പോലെ സബ്സ്ക്രിപ്ഷൻ എടുത്ത ഒരേ ഒരു വ്യക്തി? ഒരിക്കലും ഇല്ല. അപ്പം ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ നാട്ടിൽ ഇതല്ലാതെ വേറെ കുറച്ച് ഇതിൽ മുന്തിയ ഐറ്റംസ് ഉണ്ട്. അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുന്ന എക്സാമ്പിൾ ഞാൻ പറയാം. സണ്ണി ലിയോണാണ് ഈ ഒരു മേഖലയിലുള്ള ഒരാൾ എന്നും പറഞ്ഞ് നാളെ രേണു കെട്ടിപ്പറക്കി ആ പരിപാടിക്ക് പോവോ? എനിക്കറിയാൻ പാടില്ല. അങ്ങനെ കുറേ അലിഗേഷനൊക്കെ കേൾക്കുന്നുണ്ട്. അന്നേരം നിങ്ങളൊന്നൊരു സപ്പോർട്ട് ചെയ്യുമോ? ആദ്യമായിട്ട് ഇത് ഷൂട്ട് ചെയ്ത് വിട്ടത് രേണുസുതി അല്ലല്ലോ എന്നും പറഞ്ഞുകൊണ്ട് വരുമോ? ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല, ചില കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നതിന് കുഴപ്പമില്ല. ഇത് മനുഷ്യൻ്റെ എത്തിക്സുമായിട്ട് ബന്ധപ്പെട്ടിരിക്കും. കേട്ടിട്ടുണ്ടോ എത്തിക്സ്? ആരോട് പറയാം? അല്ലല്ലോ, ഒരുപാട് ആൾക്കാർ സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. രേണുസുതി എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ അവളൊരു കുലസ്ത്രീയാണെന്ന്? പറഞ്ഞിട്ടില്ല. അപ്പം നിങ്ങൾ പറയുന്നത് രേണുസുതി എന്നാണോ നിങ്ങൾ പറയുന്നേ? രേണു എവിടെയെങ്കിലും പറയുന്നുണ്ടോ അവൾ കുലസ്ത്രീയാന്ന്? അതിൻ്റെ അർത്ഥം രേണു ഫ്രോഡാണെന്നല്ലേ നിങ്ങൾ പറഞ്ഞതിൻ്റെ മീനിങ് തന്നെ വരുന്നത്. കൊള്ളാം. ഇങ്ങനെ വേണം നമ്മൾ ഒരാൾക്ക് സപ്പോർട്ടുമായി വരാൻ. നിങ്ങൾ സപ്പോർട്ട് ചെയ്ത് വേണോ അതവരെ വാരിപ്പറക്കി അലക്കാൻ വന്നതാണോ? അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. എന്തായാലും പറ ഒന്നുകൂടെ പറ. സ്ത്രീയാണെന്ന് പറഞ്ഞിട്ടില്ല. അന്തസ്സായിട്ട് പണിയെടുത്ത് ജീവിക്കുന്നു. ഏത് പണിയെടുത്ത് അതൊന്നും നമ്മൾ പറയാൻ പാടില്ല. എന്തായാലും മറ്റു പലരോ മലയാളികൾ ഒന്നെങ്കിൽ എല്ലാ ഇങ്ങനെയുള്ള ആൾക്കാരെയും എതിർക്കുക, പൂർണ്ണമായി എതിർക്കുക. പക്ഷേ നിങ്ങൾ ഒന്ന് കാണിച്ചു തരണം. ഈ പറയപ്പെടുന്ന ആരെങ്കിലും താഴെ ഇല്ല, താൻ മലയാളി അല്ലയോ? ബംഗാളിയാണോ? എരപ്പാളിയായിരിക്കും. എല്ലാ പ്രബുദ്ധ മലയാളികളും ഇവരെപ്പോഴും വന്നിരുന്ന് വിമർശിക്കും. ഏതൊരു അലിഗേഷൻ വന്നാലും മലയാളികളെ നിങ്ങൾ എന്താണ് കളിക്കുന്നത്? ഇതാണോ പ്രബുദ്ധ കേരളം? ഇതാണോ മലയാളികൾ? അപ്പോൾ നിങ്ങൾ ബംഗാളി, നേപ്പാളി, എരപ്പാളി ലോക്ക് ചെയ്യട്ടെ. മണിക്കുട്ടി ഓടിക്കൊണ്ടിരിക്കുക, നമ്മൾ ലോക്ക് ചെയ്തിരിക്കുന്നു. കമന്റ് ചെയ്യുമല്ലോ എന്റെ വീഡിയോന്റെ. അപ്പൊ നിങ്ങളൊന്ന് കാണിച്ചു തരണം, എന്നെ ഒന്ന് മനസ്സിലാക്കി തരണം. രേണുസുതി ഇടുമ്പോൾ, രേണുസുതി ബിക്കിനി ഇട്ടാലോ ഷോർട്സ് ഇട്ടാലോ ക്ലീവേജ് കാണിച്ചാലോ നിങ്ങൾക്ക് പ്രശ്നമുള്ളപ്പോ എന്തുകൊണ്ട് മറ്റുള്ള നടിമാർ ഈ ബിക്കിനി ഇടുന്നതോ അല്ലെങ്കിൽ അല്പവസ്ത്രധാരണമായി പുറത്തു വരുന്നതോ മോഡൽസ് ആയിട്ട് ഫോട്ടോ ഇടുന്നതോ ഒന്നുമല്ല പ്രശ്നം. ബിക്കിനി ഇട്ടുള്ള ആക്ടേഴ്സ് നമുക്ക് വേണം, ആക്ട്രസ്സുകൾ നമുക്ക് വേണം, അങ്ങനത്തെ ഹോട്ടായിട്ടുള്ള സാധനങ്ങൾ ചെയ്യുന്നവർ നമുക്ക് വേണം, അതെല്ലാം നമുക്ക് വേണം. പക്ഷേ ഈ കാണിക്കുന്ന കൊന്തളിപ്പുകളാണ് നമുക്ക് പ്രശ്നം. മനസ്സിലായോ? എല്ലാവരെയും വെല്ലുവിളിക്കുക, അതിനെതിരെ അങ്ങനത്തെ രീതിയിൽ സംസാരിക്കുക, ഈ പറയുന്ന മോശമായിട്ടുള്ള ഈ പറയുന്ന എന്തായാലും ഇൻഫ്ലുവൻസ് മറ്റുള്ളവരിലേക്ക് കൊടുക്കുക, ഇതിനൊക്കെ എതിരെയാണ് നമ്മൾ സംസാരിക്കുന്നത്. രേണുവിൻ്റെ പേജിൽ സബ്സ്ക്രിപ്ഷൻ ചെയ്ത് പൊക്കോട്ടെ, യാതൊരു പ്രശ്നവുമില്ല. ഇപ്പം ആരും സബ്സ്ക്രിപ്ഷൻ അങ്ങനെ എടുത്തിട്ട് സംസാരിക്കുന്നില്ലല്ലോ. അവരതിനകത്ത് മാന്യമായിട്ടുള്ള സാധനം ഇട്ടോട്ടെ, യാതൊരു പ്രശ്നമില്ല. രേണുസുതിയെ ജനങ്ങൾ അക്സെപ്റ്റ് ചെയ്തത് കൊല്ലം സുധിയുടെ ഭാര്യ, വിധവയായിട്ടുള്ളൊരു സ്ത്രീ, ജീവിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്നു. അവർ ജീവിത നിലവാരം ഉയർത്തി, അവർക്കിപ്പോൾ പൈസ ഉണ്ടല്ലോ. പൈസയ്ക്ക് വേണ്ടി തീരെ നിവൃത്തിയില്ലത് ചെയ്യുന്നവരെ പിന്നെയും നമുക്ക് ന്യായീകരിക്കാം. ഇപ്പോൾ അവർക്ക് അത്യാവശ്യം ജീവിത നിലവാരം ഉണ്ടല്ലോ. എന്നിട്ടും പിന്നെ അതിനെതിരെ പറയുമ്പോൾ എനിക്കിൻ്റെ സെറ്റപ്പ് മനസ്സിലാകുന്നില്ല. ഏതായാലും ശാരിക കെ ബി ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. ശാരിക കെ ബി മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതിൻ്റെ പിന്നിൽ മറ്റൊരുപാട് കഥകളുണ്ട്. ആ കഥകളൊക്കെ ശാരിക കെ ബി എന്തെങ്കിലും അറിയും. അന്ന് ഈ പറഞ്ഞതിന് ഓർത്ത് ദുഃഖിക്കും. ഈ വീഡിയോ സൂക്ഷിച്ച് വെച്ചോട്ടോ. ഏതായാലും ഈ വിഷയത്തിൽ നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താനായിട്ടുണ്ട്.